കടലിനടിയിലെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തിരഞ്ഞു പോയവർ കിട്ടിയത് കണ്ട് ഞെട്ടി. ബാൾട്ടിക് കടലിലെ മുങ്ങൽ വിദഗ്ധർ ആദ്യം സോണാറിലെ അവശിഷ്ടം കണ്ടപ്പോൾ ആദ്യം കരുതിയത് മത്സ്യബന്ധന ബോട്ടാണ് എന്നാണ്. എന്നാൽ അന്വേഷിച്ചു പോയപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഒരു കപ്പലാണ് കണ്ടെത്തിയത്. കപ്പലിൽ സാധനങ്ങൾ കണ്ട മുങ്ങൽ വിദഗ്ധർ ആദ്യം ഞെട്ടി. കാരണം മറ്റൊന്നുമല്ല, 100-ലധികം ഷാമ്പെയിൻ കുപ്പികൾ, വൈൻ കുപ്പികൾ, മിനറൽ വാട്ടർ, പോർസിലിൻ തുടങ്ങിയവയായിരുന്നു ഉള്ളിൽ ഉണ്ടായിരുന്നത്. വില കൂടിയ മദ്യശേഖരമാണിത് എന്നും പറയുന്നു. ഇവ കൂടാതെ ചരിത്രപരമായ ചില പുരാവസ്തുക്കളും കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൂടാതെ ജർമ്മൻ കമ്പനിയായ സെൽറ്റേഴ്സിന്റെ മുദ്രയുള്ള മിനറൽ വാട്ടറിന്റെ ചില കുപ്പികളും ചീന പാത്രങ്ങളും കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. സ്വീഡിഷ് തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ബാൾട്ടിക് കടലിൽ ബാൾട്ടിക് ഗ്രൂപ്പിലെ പോളിഷ് സാങ്കേതിക മുങ്ങൽ വിദഗ്ധരുടെ ഒരു സംഘമാണ് ഈ ഒരു കപ്പൽ അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. കപ്പലിൽ ശരിക്കും എത്ര ഷാമ്പെയിനുകൾ ഉണ്ടെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ മുങ്ങൽ വിദഗ്ധർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ബാൾട്ടിക് ഡൈവർ തോമസ് സ്റ്റാച്ചുറ പറയുന്നത്. എന്നാൽ എന്തായാലും 100-ലധികം കുപ്പികളെങ്കിലും ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം മുങ്ങൽ വിദഗ്ധർക്ക് രസകരമായി തോന്നിയത് മദ്യമല്ല, മറിച്ച് കളിമൺ കുപ്പികളിലെ മിനറൽ വാട്ടർ ആയിരുന്നു. ഇത് 19-ാം നൂറ്റാണ്ടിൽ രാജകൊട്ടാരങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒന്നായിരുന്നുവെന്നും ഏതാണ്ട് മരുന്ന് പോലെയാണ് കണക്കാക്കിയിരുന്നതെന്നും സ്റ്റാച്ചുറ പറയുന്നു. കണ്ടെത്തിയ മദ്യവും ജലവും ഇപ്പോഴും സുരക്ഷിതമായി കുടിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജർമ്മൻ ബ്രാൻഡായ സെൽറ്റേഴ്സിൽ നിന്നുള്ള മിനറൽ വാട്ടറിലെ സ്റ്റാമ്പ് 1850-നും 1867-നും ഇടയിൽ നിർമ്മിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. സെൽറ്റേഴ്സ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളം കുപ്പിയിലാക്കിയ മൺപാത്ര ഫാക്ടറിയും നിലവിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇദ്ദേഹം പറയുന്നു. ജൂലൈ 11-ന് സോണാർ വഴി സംഘം ആദ്യം അവശിഷ്ടം കണ്ടപ്പോൾ ഇതൊരു മത്സ്യബന്ധന ബോട്ടാണെന്നാണ് ഇവർ കരുതിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ വിശകലനം ചെയ്തതോടെ 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ കപ്പൽ മറിഞ്ഞിരിക്കാമെന്നാണ് മുങ്ങൽ വിദഗ്ധരുടെ വിലയിരുത്തൽ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.